രണ്ടാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ വെച്ച് നടന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഹാജിമാരുടെ ഒറിജിനൽ പാസ്പോർട്ട് ഫെബ്രുവരി 18 വരെ സ്വീകരിക്കാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു. കരിപ്പൂർ ഹജ്ജ് ഹൗസിലും കോഴിക്കോട് പുതിയറ റീജിയണൽ ഓഫീസിലും പ്രവൃത്തി ദിവസങ്ങളിൽ പാസ്പോർട്ട് സ്വീകരിക്കാൻ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ കൊച്ചിയിലും കണ്ണൂരിലും ക്യാമ്പ് ചെയ്ത് പാസ്പോർട്ടുകൾ സ്വീകരിക്കാൻ അവസരം ഒരുക്കും. ഇവിടങ്ങളിൽ പാസ്പോർട്ട് ക്യാമ്പ് നടക്കുന്ന തീയതി ഹാജിമാരെ പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹജ്ജ് കമ്മിറ്റി ഈസ് ഫുള്ളി സപ്പോർട്ടിംഗ് യു ദി ഹാജി പീപ്പിൾ. ഹാജിമാരായ നിങ്ങളോട് ഇത് പറയാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങളെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ ഈ കേരള ഹജ്ജ് കമ്മിറ്റി സദാ തയ്യാറാണ്. കേരള ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ചില നടപടികളാണ് സ്വീകരിച്ചത് എന്ന് നേരത്തെ AS സ്വാഗതം പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടു. ഇവിടെ കേരളത്തിന് രണ്ടാമത്തെ ഒരു ഹജ്ജ് ഹൗസ് കണ്ണൂരിൽ തുടങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റു ചില ആലോചനകളും ഉണ്ട്. അത് വെളിപ്പെടുത്തേണ്ട സമയമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഉത്തരവാദപ്പെട്ടവർ വെളിപ്പെടുത്തും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ ഹജ്ജ് അഫേഴ്സിന്റെ മിനിസ്റ്റർ കൂടിയായ അബ്ദുറഹ്മാൻ മിനിസ്റ്ററും ഒക്കെ ഈ വിഷയത്തിൽ അതീവ തൽപരരാണ്. ഹജ്ജ് കമ്മിറ്റിക്ക് അവരാണ് നിർദ്ദേശം നൽകുന്നത്. ഹാജിമാർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യണം. മിനിയാന്ന് വൈകുന്നേരം മന്ത്രിയുമായി ഞാൻ മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. നമ്മുടെ ഹജ്ജ് കമ്മിറ്റി മെമ്പറായ അഷ്കർ പോറാടും ആ മീറ്റിങ്ങിലുണ്ടായി. അതേസമയം ഫെബ്രുവരി 18 പാസ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രവാസികൾക്ക് ബാധകമല്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി പരിപാടിയിൽ അധ്യക്ഷനായി. മെമ്പർമാരായ PT അക്ബർ, അസ്കർ കോറാട്, ഷംസുദ്ദീൻ അരിഞ്ചിറ, അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത്, ഓഫീസ് അംഗം PK അസൈൻ, ബാപ്പു ഹാജി, മുഹമ്മദ് റൌഫ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.